അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ഇസ്ലാം വൃത്തിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച മതമാണ്. മനുഷ്യന്റെ എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളിലും വൃത്തി വേണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അവന്റെ മനസ്സാവട്ടെ, അവന്റെ ശരീരമാകട്ടെ, അവന്റെ ഇടപാടുകളാവട്ടെ, അവന്റെ ഏത് വ്യവഹാരത്തിലായാലും വൃത്തിയെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. അത്തൊഹൂറു ഷത്രുൽ ഈമാൻ എന്ന വിശുദ്ധമായ വാചകം, ഹദീസ്, അത് വലിയ ഒരു സന്ദേശമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതായത് വൃത്തിയില്ലാത്തവന് ഈമാന്റെ പകുതി ഉണ്ടാവുള്ളൂ. അത്തൊഹൂറു ഷത്രുൽ ഈമാൻ, വൃത്തി എന്നത് ഈമാനിന്റെ പകുതിയാണ് എന്ന്. ഒരു മനുഷ്യൻ 5 നേരം നമസ്കരിക്കുന്നത് അവൻ 5 നേരം പുഴയിൽ മുങ്ങിക്കുളിക്കുന്നവനെ പോലെയാണ്. അവന്റെ മനസ്സും ശരീരവും ഒക്കെ അതുവഴി വൃത്തിയാവുന്നു, റീഫ്രഷ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വൃത്തിയില്ലാത്ത ഒരു സാഹചര്യം ഒരു മനുഷ്യന് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൃത്തിയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. 5 നേരം നമസ്കരിക്കുന്നതിന്റെ മുമ്പ് വുളൂ ചെയ്യുന്നു, ഓരോ അവയവവും വൃത്തിയായി കഴുകുന്നു. അതുവഴിയൊക്കെ അവന്റെ ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്നു. ശാരീരികമായ വൃത്തി മാത്രമല്ല, അതുവഴി ആത്മീയമായ അവന്റെ ആന്തരികമായ വൃത്തിയും പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തു നിന്നും വളരെ വൃത്തിയുള്ള വെള്ളമാണ് നമുക്ക് ഇറക്കിത്തരുന്നത്. അതുകൊണ്ട് നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, കുളിക്കുന്നു, വുളൂ ചെയ്യുന്നു. പക്ഷേ ഈ വെള്ളത്തെ കെട്ടി നിർത്തി അതിനെ അശുദ്ധമാക്കുമ്പോൾ തീർച്ചയായിട്ടും പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും. ഇസ്ലാമിൽ ഒരു വട്ടം വുളൂ ചെയ്ത വെള്ളം മുസ്തഅമലായ വെള്ളം എന്നാണ് അറിയപ്പെടുന്നത്, ഉപയോഗിച്ച വെള്ളം. ആ വെള്ളം കൊണ്ട് പിന്നീട് വുളൂ ചെയ്താൽ വുളൂ ശരിയാവുകയില്ല, കുളിച്ചാൽ കുളി ശരിയാവുകയില്ല. എന്താണ് അത് നൽകുന്ന സന്ദേശം? ഉപയോഗിക്കപ്പെട്ട വെള്ളം വീണ്ടും ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് തന്നെയാണ്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ കുളങ്ങൾ ഉണ്ടാവും. ആ കുളങ്ങളിൽ മനുഷ്യന്മാർ കുളിക്കുന്നുണ്ടാവും. കുറച്ചു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾ വന്ന് അലക്കുന്നുണ്ടാവും. അല്പനേരം കഴിഞ്ഞാൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു കാലിയുമായിട്ട് ഒരാൾ വന്ന് ആ കാലിയെ അവിടെ കഴുകുന്നുണ്ടാവും. ഇങ്ങനെയെല്ലാം കെട്ടി നിൽക്കുന്ന ഒരു വെള്ളത്തിൽ ചെയ്യുമ്പോൾ ആ വെള്ളത്തിന് സ്വാഭാവികമായിട്ടും അണുബാധ ഉണ്ടാവുകയും പലവിധ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ രോഗമാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന രോഗം. അതാണ്. സ്വിമ്മിംഗ് പൂളുകളിൽ കുളിച്ചവർക്ക് ആ രോഗം ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്നും കുളിച്ചവർക്ക്, അഥവാ ടാങ്ക് വൃത്തിയാക്കാതെ കുളിച്ച ആളുകൾക്കും ആ രോഗം ഉണ്ടായിട്ടുണ്ട്. ചെളി നിറഞ്ഞ, മാലിന്യം നിറഞ്ഞ സ്ഥലത്ത് ജോലിയെടുത്തവർക്ക്, അതിൽ കുളിച്ചവർക്ക്, മുങ്ങി കളിച്ചവർക്കൊക്കെ ഈ രോഗം പിടിപെട്ടിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ശുദ്ധമായ വെള്ളത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താതെ അതിനെ കെട്ടി നിർത്തി മലിനമാക്കി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും രോഗങ്ങൾ വരും. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും നമ്മളെ കുളിക്കുന്ന സമയത്ത് ശുദ്ധമായ വെള്ളം ആണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് കുളിക്കണം. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ
പിടിപെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.